നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലി. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. വീട്ടുപറമ്പിലിറങ്ങിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വൈശ്ശേരി സ്വദേശി മോഹനൻ ക്രൂരമായി ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. പ്രദേശത്തെ നിരന്തരമായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധമുയർത്തി. തുടർന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ ഫോണിലൂടെ നടത്തിയ ചർച്ചയിൽ കൊലയാളി ആനയെ റീലൊക്കേറ്റ് ചെയ്യുമെന്നും ഒന്നിന് പ്രത്യേക യോഗം ചേരുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് മണിക്കൂറുകൾ നീണ്ട വഴിതടയൽ സമരം അവസാനിപ്പിച്ചത്. സുരക്ഷിത യാത്രയോടെ പുതിയ അധ്യയന വർഷത്തിലേക്ക്. വടക്കാഞ്ചേരിയിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി ബോധവൽക്കരണവും പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഈ വർഷം മുതൽ സ്കൂൾ ബസ്സുകൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറർ മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കി. ഡ്രൈവർമാരുടെ പ്രവൃത്തി പരിചയവും വാഹനങ്ങളുടെ ഫിറ്റ്നസും കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. സ്കൂൾ വാഹന ഡ്രൈവർമാർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ സ്റ്റിക്കറില്ലാത്ത നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അംഗനവാടിയിലേക്ക് അറിവിൻ്റെ ആദ്യ ലോകത്തേക്ക് ചൂടുവെച്ച കുരുന്നുകളെ വരവേൽക്കാൻ വർണ്ണത്തൊപ്പികളും മധുരപലഹാരങ്ങളുമായി നാട്ടുകാരും ജനപ്രതിനിധികളും ഒത്തുചേർന്നു. സ്വന്തം ഓണറേറിയം നൽകി വാട്ടർ കണക്ഷൻ ഒരുക്കിയ കൗൺസിലർക്ക് അഭിനന്ദനവും വിദ്യാലയങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന കുട്ടികളുടെ അമ്മമാർ മിക്സിയും സൈക്കിളും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും നൽകി പ്രവേശനോത്സവങ്ങൾ അവിസ്മരണീയമാക്കി. ശസ്ത്രക്രിയയുടെ വേദന മറന്ന് 9 അംഗനവാടികളിലെ 100ഓളം കുട്ടികൾക്ക് പഠനോപകരണ കിറ്റുകൾ എത്തിച്ചു നൽകിയ ജനപ്രതിനിധിയുടെ കരുതലടക്കം കുരുന്നുകളുടെ കളിച്ചിരികളാൽ അംഗനവാടി മുറ്റം നിറഞ്ഞു. ഭൂമിയിടപാടുകൾ വേഗത്തിലാക്കാൻ കൊണ്ടുവന്ന ഓൺലൈൻ സംവിധാനങ്ങൾ റവന്യൂ ജീവനക്കാരുടെ സാങ്കേതിക പരിശീലനക്കുറവ് മൂലം സാധാരണക്കാരെ കടുത്ത ദുരിതത്തിലാക്കുന്നതായി പരാതി. കുണ്ടന്നൂർ സ്വദേശി അബ്ദുറഹ്മാന്റെ സ്ഥലത്തിന്റെ അതിർത്തി രേഖകൾക്കായി സമീപിച്ചപ്പോഴാണ് പ്രാദേശിക ഉദ്യോഗസ്ഥർക്കും തിരുവനന്തപുരത്തെ ഉന്നതർക്കും വരെ പുതിയ സിസ്റ്റത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്ന കാര്യം ബോധ്യപ്പെട്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഫ്രിജോ വടക്കോട്ട് പറഞ്ഞു. ഓൺലൈൻ തടസ്സങ്ങൾ കാരണം രേഖകൾ മാനുവലായി നൽകാൻ ജില്ലാധികാരികളുടെ അനുമതിയില്ലാതെ കഴിയില്ലെന്ന് താലൂക്ക് അധികൃതർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ജീവനക്കാർക്ക് അടിയന്തരമായി പരിശീലനം നൽകി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു.